ഓക്കേന്ന് പറയുന്നു. ഓക്കെ. അവിടെ കച്ചറ പോട്ടെ. ഫ്രണ്ടത്തെ വാതിൽ മക്കള് പോയി കഴിഞ്ഞാൽ പിന്നെ തുറക്കാറേയില്ല. അങ്ങനെ നടക്കും. ബാക്കിലാകുമ്പോ എന്താ പറയുക, ഇവിടെ പിന്നെ ആരുമില്ല. മറ്റേത് അവിടെ ഇങ്ങനെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴേ ബുദ്ധിമുട്ടാണ്. കരുപ്പാവും. ഞാൻ ആ തുണിയാളെ ഉറങ്ങിക്കോളി. ഈ തുണിയാൾ ഇങ്ങോട്ട് ആക്കട്ടെ. ഇതാണ് ഞമ്മളെ കോട്ടയത്തെ ഭാഗത്തോ. വലിയ വൃത്തിയൊന്നുണ്ട്. അപ്പൊ മഴയൊക്കെ പെയ്ത കാരണം ആകെ വൃത്തികേട് സ്വന്തമായിരിക്കും. ഞാന് ഡ്രസ്സുകളെ അലക്കിയിട്ട് അവിടെ ഇങ്ങനെ ഇട്ടിരുന്നു കേട്ടോ. നമ്മള് അടിപൊളി വെള്ളമൊക്കെ ഇഷ്ടം പോലെ വെള്ളമായിട്ടോ കിണറ്റിൽ ഒക്കെ വെള്ളമൊക്കെ നിറഞ്ഞു. അടിപൊളി വെള്ളം ഉണ്ടോ, കിണറൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അവിടെ ആരോ ഒരാളിതാ വരുന്നു. കുയ് കുയ് പൂച്ച കുയ് കുയ്. ഇവിടെ അതിന്റെ കുട്ടിയാളോ ചേച്ചി? അവിടെ എത്ര കുട്ടികളുണ്ട്? ഞാന് ചെക്കൻ്റെ ഞാന് വെള്ളം കാണിച്ചു കിണറ്റിൽ. കുട്ടികളൊക്കെ എവിടെയാണ് അതിന്റെ? കുഞ്ഞിപ്പനെ കുയ് കുയ്. എവിടെയാ എന്റെ കുട്ടികള്? ഇതാ പോണു നമ്മളെ റൂമൊക്കെ പോകും കള്ളക്കാൻ. ഞാനേ കുട്ടീന്റെ തൊപ്പി ഉണ്ടായിരുന്നു അവിടെ, അപ്പൊ അത് എടുക്കാനും പോന്നതാണ്. നമ്മള് അലക്കണതൊക്കെ ഇവിടെയാണ് കേട്ടോ, അലക്കണ സ്ഥലം. ഇവിടെ ഉണ്ടോ? ഇവിടെ 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 കേറി. തുണികളൊന്നും ഇടാനും സ്ഥലമില്ലായിട്ട് കണ്ടടാ തൂക്കിയിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോ വൈകുന്നേരത്ത് പോണം, ഒക്കെ തറവാട്ടിൽ കൊണ്ടിടണം. അലക്കലൊക്കെ കഴിഞ്ഞ അവിടെ അങ്ങനെ തൂക്കിയിടും. ഇവിടെ ഒന്നും ഇടാനും പറ്റില്ല, മഴ പെയ്താലേ ആകെ നനയും. വൃത്തി പൊന്തി ചളിയും പൊന്തിയും കാടും ഒക്കെയാണ്. ഞാനെന്തായാലും ഫ്രണ്ട് കൂടെ തന്നെ കയറട്ടെ. കണ്ടില്ലേ, ഇവിടെ ഒക്കെ ഉണ്ട്. ഇവിടെ ഇതില് രണ്ട് റൂമില്, അപ്പുറത്തെ റൂമിൽ ഒരാള്. ചേച്ചിയെ സംസാരിച്ചു. അത് ഇവിടെ അത് ഇവിടെ ഇവിടെ ഇല്ലിപ്പ പോണില്ല ചേച്ചി. കുട്ടികളൊക്കെ പോയിട്ട് ഇല്ലേ, ചോറുണ്ണട്ടെ. അവിടെ ചോറ് ചോദിച്ചിരിക്കണ്ട ഒരാള്. ചോറിട്ട് കൊടുക്കട്ടെ. ഞാൻ അവിടെ പൂട്ടിക്കണേ ഉള്ളിലേ. കഴിച്ചോ ചേച്ചി? അത് നമ്മുടെ അയൽവാസി ചേച്ചിയാണ് കേട്ടോ. ആളുകളൊക്കെ ഉണ്ട് കമ്പനിക്ക്. വേറെ ചേച്ചിയുണ്ട്. ആ ചേച്ചി പിന്നെ ജോലിക്ക് പോയി, പണിക്ക് പോയി. നമ്മളെ റൂമ് എത്തി. കട്ടൻ ചായ കഴിഞ്ഞു.